ഓം ശാന്തി 1/6/2025 അവ്യക്ത ബാബ്ദാദ റിവൈസ് കോഴ്സ് 21/10/2005. മുരളിയുടെ ടൈറ്റിലാണ് സമ്പന്നവും സമ്പൂർണവുമാകുന്നതിനുള്ള ദിവസം നിശ്ചയിച്ച് സമയമനുസരിച്ച് ഇപ്പോൾ എവർ റെഡി ആകൂ. ഇന്ന് ബാബ്ദാദ നാനാഭാഗത്തുമുള്ള കുട്ടികളുടെ 3 രൂപങ്ങളാണ് കാണുന്നത്. ഏതുപോലെ ബാബയുടെ 3 സംബന്ധങ്ങളാണ് വിശേഷമായും ഓർമ്മിക്കുന്നത്, അതുപോലെ കുട്ടികളുടെയും 3 രൂപങ്ങൾ കണ്ട് ബാബ സന്തോഷിക്കുന്നു. തന്റെ 3 രൂപങ്ങളും അറിയുമല്ലോ. ഈ സമയത്ത് കുട്ടികൾ എല്ലാവരും ബ്രാഹ്മണ രൂപത്തിലാണ്. ബ്രാഹ്മണരുടെ അന്തിമ സ്റ്റേജാണ് ബ്രാഹ്മണനിൽ നിന്നും ഫരിഷ്ത, പിന്നീട് ഫരിഷ്തയിൽ നിന്നും ദേവതയാകും. വർത്തമാന ബ്രാഹ്മണ ജീവിതമാണ് ഏറ്റവും വിശേഷമായത്. ബ്രാഹ്മണ ജീവിതം അമൂല്യമാണ്. ബ്രാഹ്മണ ജീവിതത്തിന്റെ വിശേഷതയാണ് പവിത്രത. പവിത്രതയാണ് ബ്രാഹ്മണ ജീവിതത്തിന്റെ റിയാലിറ്റി. ബ്രാഹ്മണ ജീവിതത്തിന്റെ പേഴ്സണാലിറ്റി പവിത്രതയാണ്. പവിത്രത സുഖത്തിന്റെയും ശാന്തിയുടെയും മാതാവാണ്. എത്രത്തോളം പവിത്രതയുണ്ടോ അത്രയും സുഖവും ശാന്തിയും ജീവിതത്തിന്റെ സ്വാഭാവിക സ്വഭാവമാകും. പവിത്രാത്മാക്കളുടെ ലക്ഷ്യം ബ്രാഹ്മണനിൽ നിന്ന് ദേവതയാകുന്നതിനേക്കാൾ ആദ്യം ഫരിഷ്തയാകണം എന്നതാണ്. ഫരിഷ്തയായിട്ട് ദേവതയാകണം. അതിനാൽ ബ്രാഹ്മണനിൽ നിന്ന് ഫരിഷ്തയാകണം, ഫരിഷ്തയിൽ നിന്ന് ദേവതയാകണം. ബാബ്ദാദ കുട്ടികളുടെ എല്ലാവരുടെയും ഈ 3 രൂപങ്ങളും കാണുകയാണ്. നിങ്ങൾക്കും നിങ്ങളെല്ലാവരുടെയും 3 രൂപങ്ങൾ മുന്നിൽ വരുന്നുണ്ടോ? വരുന്നില്ലേ? ബ്രാഹ്മണനായി കഴിഞ്ഞു. ഇനിയുള്ള ലക്ഷ്യമാണ് ഫരിഷ്തയാകുക. ഇതല്ലേ ലക്ഷ്യം? ഫരിഷ്തയാകണം. പരിശോധിക്കണം, ജീവിതത്തിൽ ഫരിഷ്ത സ്ഥിതിയുടെ ലക്ഷണങ്ങൾ എത്രമാത്രം കാണുന്നുണ്ട്. ഫരിഷ്തയുടെ അർത്ഥം ഇതാണ്: ആർക്കാണോ പഴയ ലോകത്തിനോടും പഴയ സംസ്കാരത്തിനോടും യാതൊരു ബന്ധവും ഇല്ലാത്തവർ. ഫരിഷ്ത എന്നാൽ പ്രശ്നങ്ങൾ വരുമ്പോൾ മാത്രം ഡബിൾ ലൈറ്റ് ആകുന്നവരല്ല, സദാ മനസാ വാച സംബന്ധ സമ്പർക്കത്തിൽ ഡബിൾ ലൈറ്റ് ആയിരിക്കും. ഭാരരഹിതർ. ഭാരമില്ലാത്ത വസ്തുവാണോ ഭാരമുള്ളതാണോ ഇഷ്ടപ്പെടുന്നത്? ഏതാണ് ഇഷ്ടം? ഭാരമില്ലാത്തത് ഇഷ്ടമല്ലേ? ഫരിഷ്ത എന്നാൽ സർവരുടെയും, കുറച്ചുപേരുടെയല്ല, സർവരുടെയും പ്രിയപ്പെട്ടവരും വേറിട്ടിരിക്കുന്നവരുമായിരിക്കും. പ്രിയപ്പെട്ടവർ മാത്രമല്ല, എത്രത്തോളം പ്രിയപ്പെട്ടതാണോ അത്രയും വേറിട്ടവരുമായിരിക്കും. ഫരിഷ്തയുടെ അടയാളമാണ് അവർ സർവർക്കും പ്രിയപ്പെട്ടവരായിരിക്കും. കാണുന്നവരും സംബന്ധത്തിൽ വരുന്നവരും സമ്പർക്കത്തിൽ വരുന്നവരും എല്ലാവർക്കും ഇവരെന്റേതാണ് എന്ന അനുഭവം ഉണ്ടാകും. ബാബയെ എന്റേതാണെന്ന് എല്ലാവരും അനുഭവം ചെയ്യുന്നത് പോലെ അനുഭവം ചെയ്തിട്ടില്ലേ? അതുപോലെ ഫരിഷ്തകളെ എല്ലാവരും പറയും, ഇവരെന്റേതാണ്. സ്വന്തമെന്ന അനുഭവം ഉണ്ടാകും. ഭാരമില്ലാത്തത് ആകുമ്പോൾ ഭാരമില്ലായ്മ സർവർക്കും പ്രിയപ്പെട്ടതാക്കുന്നു. മുഴുവൻ ബ്രാഹ്മണ പരിവാരവും ഇവർ സ്വന്തമാണ് എന്നത് അനുഭവം ചെയ്യും. ഭാരം തോന്നുകയില്ല. കാരണം ഫരിഷ്തയുടെ അർത്ഥമാണ് ഡബിൾ ലൈറ്റ്. ഫരിഷ്ത എന്നാൽ സങ്കല്പം, വാക്ക്, കർമ്മം, സംബന്ധ സമ്പർക്കം എല്ലാത്തിലും പരിധിയില്ലാത്തത്. പരിധി വരരുത്. സർവരും നമ്മുടേതാണ്. ഞാൻ സർവരുടെയും ആണ്. കൂടുതലായി എന്റേത് എന്നത് വരുമ്പോൾ ഭാരമില്ലായ്മ കാണില്ല. സംസ്കാരത്തിലും ഭാരമില്ലായ്മ. അതിനാൽ എത്ര ശതമാനം ഫരിഷ്ത സ്റ്റേജ് എത്തി എന്നത് പരിശോധിക്കണം. ചെക്ക് ചെയ്യാൻ അറിയാമോ? ചെക്കർ ആയി മേക്കറും
അതായത് നിർമ്മാതാവും ആയി. ആശംസകൾ. മഹാരഥികൾ എന്ന് കരുതുന്നവർ ഇപ്പോൾ സമയമനുസരിച്ച് അവരുടെ സ്ഥിതി 95% ആക്കണം. ഇതാണ് ബാപ്ദാദയുടെ ശുഭ ആഗ്രഹം. ആയി മാറില്ലേ? ബ്രാക്കറ്റിൽ 98% ആകും എന്നാരോ പറഞ്ഞു. ആശംസകൾ. ഗുലാബ് ജാമുൻ കഴിച്ചോളൂ. കാണുന്നുണ്ടല്ലോ, അറിയാവുന്നതാണ്. ആയി മാറണം. ആയി തീരും എന്നല്ല, ആകുക തന്നെ ചെയ്യും. ആകും ആകും എന്ന് പറയാതെ ആകും, നോക്കാം, പരിശ്രമിക്കാം. ഈ ഭാഷ മാറ്റണം. എടുക്കുന്ന ഓരോ സങ്കല്പവും എത്രത്തോളം നിശ്ചയമുള്ളതാണ്, സഫലത നിറഞ്ഞതാണ് എന്ന് പരിശോധിക്കണം. ഇപ്പോൾ ചെക്കിങ്ങിന്റെ വേഗത തീവ്രമാക്കണം. പരിശോധിച്ചിട്ട് കർമ്മം ചെയ്യണം. സങ്കല്പത്തിൽ വരുന്നതെല്ലാം, തോന്നുന്നതെല്ലാം വാക്കിൽ വന്നു, എല്ലാം സംബന്ധ സമ്പർക്കത്തിൽ വന്നു. അങ്ങനെ ആവരുത്. VVIPകളുടെ ചെക്കിംഗ് എത്രമാത്രമാണെന്ന് അറിയാമല്ലോ. ഓരോന്നും ആദ്യം പരിശോധിക്കും, എന്നിട്ടാണ് ചെയ്യുന്നത്. 2-4 മണിക്കൂർ കഴിഞ്ഞുള്ള ചെക്കിംഗ് ഇപ്പോൾ നടക്കില്ല. ചെക്കിംഗ് ചെയ്തിട്ട് ചുവട് വെക്കണം. ആരെല്ലാമാണോ ഇപ്പോൾ VVIPകൾ, അവർ ഈ ഒരു ജന്മത്തിൽ മാത്രമാണ്. അവർക്ക് കുറച്ചു സമയം മാത്രമാണ്. നിങ്ങളോ സൃഷ്ടി നാടകത്തിലെ ബ്രാഹ്മണനിൽ നിന്നും ഫരിഷ്തയാകുന്നവർ. എത്ര VV ചേർക്കാമോ അതെല്ലാം ചേർന്നതാണ്. ഇനി പേരിനു മുന്നിൽ VVV ചേർക്കണം. നിങ്ങളുടെ ചിത്രങ്ങൾ നിങ്ങൾ കണ്ടില്ലേ? പൂജിക്കപ്പെടുന്നു, അത് കണ്ടിട്ടില്ലേ? ക്ഷേത്രങ്ങൾ കണ്ടില്ലെങ്കിലും ചിത്രങ്ങൾ കണ്ടിട്ടില്ലേ? അതിന് ഇപ്പോഴും എത്ര മൂല്യമാണ് ഉള്ളത്? എത്ര വലിയ ക്ഷേത്രങ്ങളാണ് ഉണ്ടാക്കുന്നത്? നിങ്ങളുടെ ചിത്രങ്ങൾക്ക് 3 അടി മതി, പക്ഷെ അതിന്റെ മൂല്യം എത്ര അധികമാണ്? ജഡചിത്രങ്ങൾക്കും മൂല്യമുണ്ട്, മൂല്യമില്ലേ? നിങ്ങളുടെ ചിത്രങ്ങൾ ദർശിക്കാൻ എത്ര വലിയ ക്യൂ ആണ്? ചൈതന്യത്തിലും എത്ര വലിയ VVIPകളാണ്? ചുവട് വെക്കുന്നതിന് മുൻപ് പരിശോധിക്കണം. ചെയ്ത് കഴിഞ്ഞ് പരിശോധിച്ചാൽ അത് കഴിഞ്ഞു പോയില്ലേ? ആ ചുവട് പിന്നെ നിങ്ങളുടെ കയ്യിൽ വരില്ല. അജ്ഞാനകാലത്തും ചിന്തിച്ചു മനസ്സിലാക്കി പ്രവർത്തിക്കാൻ പറയും. കർമ്മം ചെയ്തിട്ട് ചിന്തിക്കുക അല്ല, ആദ്യം ചിന്തിക്കൂ, പിന്നീട് ചെയ്യൂ. അതിനാൽ തന്റെ സ്വമാനത്തിന്റെ സീറ്റിൽ ഇരിക്കൂ. പൊസിഷനിൽ ഇരിക്കുമ്പോൾ എതിർപ്പുകൾ ഉണ്ടാകില്ല. പൊസിഷനിൽ ഇരിക്കാതിരിക്കുമ്പോൾ ആണ് മായയുടെ എതിർപ്പുകൾ വരുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും ലക്ഷ്യം സമ്പന്നവും സമ്പൂർണവും ആകുക എന്നതാണ്. ലക്ഷ്യമുണ്ടോ അതോ കുറച്ചൊക്കെ ആയാൽ മതിയോ? ലക്ഷ്യമുണ്ടോ? എല്ലാവർക്കും ലക്ഷ്യമുണ്ടെങ്കിൽ കൈകൾ ഉയർത്തൂ. സമ്പൂർണമാകണമോ? ശരി, എപ്പോഴാകും? നിങ്ങൾ എല്ലാവരോടും ചോദിക്കാറില്ലേ? വിദ്യാർത്ഥികളോട് അധ്യാപകൻ ചോദിക്കാറില്ലേ, നിങ്ങളുടെ ലക്ഷ്യം എന്താണ്? ബാപ്ദാദ ഇന്ന് വിശേഷിച്ച് ടീച്ചർമാരോട് ചോദിക്കുകയാണ്. 30 വർഷമായവർ ഇരിക്കുകയാണല്ലോ. നാളെയും 30 വർഷമായവർ ഒന്നിച്ചിരുന്ന് പ്രോഗ്രാം ഉണ്ടാക്കണം. ധാരാളം മീറ്റിംഗ് നടത്താറുണ്ട്. ബാപ്ദാദ കാണുന്നു, മീറ്റിംഗ് 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 മീറ്റിംഗ്. എന്നാൽ ഇപ്പോൾ ഈ മീറ്റിംഗ് ചെയ്യണം. എപ്പോൾ സമ്പന്നമാകും? മറ്റെല്ലാ പരിപാടികളും ചെയ്യുന്നു, തീയതി നിശ്ചയിക്കുന്നു. ഈ ദിവസം ഈ പ്രോഗ്രാം, ഇതിന്റെ തീയതി ഇല്ലേ? എത്ര വർഷം വേണമെന്ന് പറയൂ. കാരണം ബാപ്ദാദ എന്തുകൊണ്ട് പറയുന്നു? കാരണം പ്രകൃതിയും ചോദിക്കുന്നുണ്ട്, വിനാശം എപ്പോൾ വേണം? ബാപ്ദാദ എന്തുത്തരം കൊടുക്കണം? ബാപ്ദാദ കുട്ടികളോട് ചോദിക്കുന്നു, എപ്പോൾ വരെ? ഇന്നത്തെ വിശേഷ തലക്കെട്ടാണ് എപ്പോൾ വരെ. ഡബിൾ വിദേശികൾ ഇരിക്കുന്നുണ്ട്, ഡബിൾ പുരുഷാർത്ഥികളല്ലേ? അതിശയം ചെയ്യണം. വിദേശികൾ ഉദാഹരണമാകണം.
ബ്രാഹ്മണ പരിവാരത്തിനു മുന്നിൽ, വിശ്വത്തിനു മുന്നിൽ സമ്പന്നവും സമ്പൂർണവും സർവശക്തികളാലും സർവഗുണങ്ങളാലും സമ്പന്നം, അതായത് സമ്പൂർണം. സർവ വേണം. മനസ്സാ വാച സംബന്ധ സമ്പർക്കം നാലിലും ഏതിലെങ്കിലും കുറവ് വന്നാൽ സമ്പന്നം എന്ന് പറയില്ല. 4 കാര്യങ്ങൾ ഓർമ്മയുണ്ടല്ലോ: മനസ്സ, വാച, സംബന്ധം, സമ്പർക്കം. അതിൽ കർമ്മവും വന്നു. 4 കാര്യങ്ങളിലും. മനസ്സ വാച ഞങ്ങൾ ശരിയാണ്, സംബന്ധ സമ്പർക്കത്തിൽ കുറച്ചു ബാക്കിയുണ്ട്. കേൾപ്പിച്ചിരുന്നല്ലോ, ആരുടെ മുന്നിൽ പോയാലും അവരുടെ സമ്പർക്കത്തിൽ പോയാലും ഇവർ നമ്മുടേതാണ് എന്നവർക്ക് അനുഭവമാകണം. എന്റേത് ആകുമ്പോൾ അവകാശമുണ്ടല്ലോ. മറ്റുള്ളവരുടേതിൽ ഇത്രയും ലഘുത്വം വരില്ല, കുറച്ച് കഠിനമായി തോന്നും. എന്നാൽ എന്റേത് ലഘുവായി തോന്നും. അതിനാൽ സർവ്വതിനോടും അനായാസമായിരിക്കുക. എന്റെ സോണിൽ മാത്രം അനായാസമായിരിക്കാം എന്നല്ല, സ്വന്തം സെന്ററിൽ മാത്രം അനായാസമായിരിക്കുന്നവർ അല്ല. സോണിൽ അല്ലെങ്കിൽ സെന്ററിൽ മാത്രം അനായാസമായിരുന്നാൽ വിശ്വരാജാവാകുന്നത് എങ്ങനെയാണ്? വിശ്വകല്യാണക്കാരി ആകാൻ കഴിയില്ല, വിശ്വരാജൻ ആകാനും കഴിയില്ല. രാജാവ് എന്നാൽ സിംഹാസനത്തിലിരിക്കുക മാത്രമല്ല, രാജധാനിയിൽ റോയൽ ഫാമിലിയിലും രാജ്യാധികാരമുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? എപ്പോൾ വരെ എന്ന ചോദ്യത്തിന് ഉത്തരം തരില്ലേ? മീറ്റിംഗ് ചെയ്യാം, മീറ്റിംഗ് നടത്തി ഫൈനലാക്കണം. ചെയ്യില്ലേ? ശരി. എല്ലാവരും ശരിയല്ലേ? ചെയ്യാം എന്ന ഉത്സാഹം തോന്നുന്നുണ്ടോ? ബാപ്ദാദ ഉന്മേഷവും ഉത്സാഹവും വർദ്ധിപ്പിക്കുന്നു. ഉന്മേഷ ഉത്സാഹത്തോടെ ഇരിക്കുന്നത് കാണുമ്പോൾ മായ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു. കാരണം ഇപ്പോൾ മായയുടെ അന്തിമ സമയം സമീപത്തെത്തി. മായയും തന്റെ അസ്ത്രശസ്ത്രങ്ങൾ ഉപയോഗിക്കും. അത്രയ്ക്ക് പാലന തരും. ഇത് മായയുടെ പാലന ആണെന്ന് മനസ്സിലാകില്ല. മായയുടെ വഴിയാണോ അതോ ബാബയുടെ വഴിയാണോ? രണ്ടും കലർത്തിക്കളയും. ഫരിഷ്തയാകുന്നതിനുള്ള പുരുഷാർത്ഥത്തിൽ വിശേഷമായി തടസ്സം ഉണ്ടാക്കുന്നത് 2 വാക്കുകളാണ്. സാധാരണ വാക്കുകളാണ്, പ്രയാസമില്ല. എല്ലാവരും പല പ്രാവശ്യം ഉപയോഗിക്കുന്നതാണ്. അത് ഏതാണ്? ഞാൻ, എന്റേത്. ഈ ഞാൻ എന്റേതിനെ പരിവർത്തനം ചെയ്യുവാനുള്ള സഹജവിധി ബാപ്ദാദ ആദ്യമേ പറഞ്ഞു തന്നിട്ടുണ്ട്. ഓർമ്മയുണ്ടോ? നോക്കൂ, നിങ്ങൾ ഞാൻ എന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ ഞാൻ ആത്മാവാണ് എന്നത് മുന്നിൽ വരണം. ഞാൻ എന്ന വാക്ക് പറയുമ്പോൾ ആത്മസ്വരൂപം മുന്നിൽ കൊണ്ടുവരൂ. വെറുതെ ഞാൻ എന്ന വാക്ക് പറയാതെ ഞാൻ ആത്മാവാണ്, ഇത് സ്വാഭാവികമായി സ്മൃതിയിൽ കൊണ്ടുവരണം. ഞാൻ എന്ന വാക്കിനൊപ്പം ആത്മാവ് എന്നത് ചേർക്കൂ. ഞാൻ ആത്മാവാണ്. എന്റെ എന്ന വാക്ക് പറയുമ്പോൾ ആദ്യം പറയണം എന്റെ ബാബ, എന്റെ തുവാല, എന്റെ സാരി, ഇത് എന്റേത്. ആദ്യം എന്റെ ബാബ. എന്റെ എന്ന വാക്ക് പറയുമ്പോൾ ആദ്യം ബാബ മുന്നിൽ വരണം. ഞാൻ എന്ന വാക്ക് പറയുമ്പോൾ ആത്മാവ് മുന്നിൽ വരണം. ഈ സ്വഭാവം സ്വതവേ വരണം. സഹജമാണോ? പ്രയാസമാണോ? ഞാൻ ആത്മാവാണ് എന്ന് അറിയാവുന്നതാണ്. ആ സമയത്ത് അംഗീകരിക്കില്ല. അറിയുന്നത് 100% അംഗീകരിക്കുന്നതിൽ ശതമാനം വരുന്നു. ശരീരബോധം സ്വാഭാവികമായപ്പോൾ ഞാൻ ശരീരമാണ് എന്നത് ഓർമ്മിക്കണോ? സ്വതവേ ഓർമ്മ ഉണ്ടല്ലോ. ഞാൻ എന്ന വാക്ക് ആദ്യം സങ്കല്പത്തിലാണ് വരുന്നത്. അപ്പോൾ ഞാൻ എന്ന വാക്ക് സങ്കല്പത്തിൽ വരുമ്പോൾ ആത്മസ്വരൂപം മുന്നിൽ വരണം. ഈ അഭ്യാസം ചെയ്യുന്നത് സഹജമല്ലേ? ഞാൻ എന്ന് മാത്രം പറയാതെ ആത്മാവ് എന്ന് ചേർത്ത് പറയണം. പക്ക ആയി മാറും.
ഏതുപോലെ ശരീരത്തിന്റെ പേര് പക്കായാണ്. മറ്റാരെയെങ്കിലുമാണ് വിളിച്ചതെങ്കിൽ നിങ്ങൾ പ്രതികരിക്കില്ല. ഞാൻ ആത്മാവാണ്. ആത്മാവിന്റെ ലോകം ബാപ്ദാദയാണ്. ആത്മാവിന്റെ സംസ്കാരമാണ് ബ്രാഹ്മണനിൽ നിന്ന് ഫരിഷ്ത, ഫരിഷ്തയിൽ നിന്ന് ദേവത. എന്താണ് ചെയ്യേണ്ടത്? മനസ്സിന്റെ ഈ ഡ്രിൽ ചെയ്യണം. ഇപ്പോൾ ഡോക്ടർമാർ പറയാറുണ്ട്, ഡ്രിൽ ചെയ്യൂ, ഡ്രിൽ ചെയ്യൂ, വ്യായാമം ചെയ്യൂ. അപ്പോൾ ഈ വ്യായാമം ചെയ്യൂ. ഞാൻ ആത്മാവ്, എന്റെ ബാബ. കാരണം ഡ്രാമയനുസരിച്ച് സമയത്തിന്റെ ഗതിയുടെ വേഗം കുറയ്ക്കേണ്ടി വരുന്നു. രചയിതാവാണ് തീവ്രമാകേണ്ടത്, രചനയല്ല. എന്നാൽ ഇപ്പോൾ സമയം വേഗത്തിൽ പോകുകയാണ്. പ്രകൃതി എവർ റെഡിയാണ്. ആജ്ഞയ്ക്കായി കാത്തു നിൽക്കുന്നു. ഡ്രാമയിലെ സമയമാകുമ്പോൾ ഓർഡർ ചെയ്യും. സ്ഥാപന ചെയ്യുന്നവർ ആയില്ലെങ്കിൽ വിനാശത്തിന് ശേഷം പ്രളയമുണ്ടാകുമോ? പ്രളയം വരണമോ? അതോ വിനാശത്തിന് ശേഷം സ്ഥാപന നടക്കണമോ? അപ്പോൾ സ്ഥാപനയ്ക്ക് നിമിത്തമായിരിക്കുന്നവർ ഇപ്പോൾ സമയമനുസരിച്ച് എവർ റെഡി ആകണം. ബാബ്ദാദ ഇതാണ് കാണാൻ ആഗ്രഹിക്കുന്നത്. ഏതുപോലെ ബ്രഹ്മബാബ അർജുനനായില്ലേ, ഉദാഹരണമായില്ലേ? അതുപോലെ ബ്രഹ്മബാബയെ ഫോളോ ചെയ്യുന്നവർ ആരാകും? സ്വയത്തെ നോക്കണം, സമയവും നോക്കണം. ബാബ്ദാദ മുൻപും പറഞ്ഞതാണ്, വർത്തമാന സമയത്ത് ബ്രാഹ്മണനിൽ നിന്ന് ഫരിഷ്തയാകുന്ന ആത്മാക്കൾ എല്ലാവരും നിമിത്തഭാവം, നിർമ്മാണഭാവം, ഈ 2 വാക്കുകളും അടിവരയിടണം. ഇതിലൂടെ ശരീരബോധത്തിന്റെ ഞാൻ എന്ന ഭാവം സമാപ്തമാകും. എന്റേത് എന്ന ഭാവം സമാപ്തമാകും. നിമിത്തമാണ് നിർമ്മാണ സ്വഭാവം. നിർമ്മാണമാകുന്നിടത്തോളം ബഹുമാനം ലഭിക്കും. കാരണം ആരാണോ നിർമ്മാണമാകുന്നത് അവർ സർവർക്കും പ്രിയപ്പെട്ടവരാകും. പ്രിയപ്പെട്ടവരാകുമ്പോൾ ബഹുമാനം സ്വയമേ ലഭിക്കും. അതിനാൽ നിമിത്തവും നിർമ്മാണഭാവവും, ഭാവന ശുഭഭാവനയും. ഭാവവും ഭാവനയും 2 കാര്യങ്ങളുണ്ട്. നിമിത്തവും നിർമ്മാണഭാവവും ഭാവനയും ഓരോരുത്തരെ പ്രതിയും ശുഭഭാവനയും ശുഭകാമനയും. നിങ്ങളുടെ നിമിത്ത നിർമ്മാണഭാവവും ശുഭഭാവനയും അങ്ങനെയുള്ള വായുമണ്ഡലം തയ്യാറാക്കും. എങ്ങനെയുള്ളവർ മുന്നിൽ വന്നാലും വൈബ്രേഷനിൽ കൂടി പരിവർത്തനമാകും. ചില കുട്ടികൾ ആത്മീയ സംഭാഷണം ചെയ്യുമ്പോൾ പറയാറുണ്ട്, ഞാൻ 1 മാസം ശുഭഭാവന വെച്ചു, അവർ മാറിയില്ല. പിന്നീട് തളർന്നു പോകുന്നു, ഹൃദയം തകർന്നവരാകുന്നു. അവരുടെ മനോഭാവവും ദൃഷ്ടിയും പാറ പോലെയാണ്. അതിന് കുറച്ച് സമയം വേണമല്ലോ. ഇനി അവർ മാറുന്നില്ല എങ്കിലും തന്നെ നേരെയാക്കി വെക്കൂ. നിങ്ങൾ സ്വന്തം പൊസിഷനിൽ ഇരിക്കൂ. നിങ്ങൾ എന്തിനാണ് മനസ്സ് തകർന്നവരാകുന്നത്? മനസ്സ് തകർന്നവരാകരുത്. ശരി, അവർ മാറുന്നില്ലെങ്കിൽ ഞാൻ അവർക്കൊപ്പം മാറരുത്. നിങ്ങൾ മനസ്സ് തകർന്നവരായാൽ അവരാണ് ശക്തിശാലി. അവർ നിങ്ങളെയും മാറ്റി. നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ സ്വമാനത്തിന്റെ സീറ്റ് ഉപേക്ഷിക്കുന്നത്? വ്യർത്ഥ ചിന്തകളും വരരുത്. കാരണമെന്ത്? എന്ത് എന്ന് പറയുമ്പോൾ വ്യർത്ഥ ചിന്തകളുടെ വാതിൽ തുറക്കുന്നു. ഈ വാതിൽ അടയ്ക്കാൻ പ്രയാസമാണ്. അതിനാൽ എന്തുകൊണ്ട് എന്ന് ചിന്തിക്കാതെ ദയാഹൃദയരായി വൈബ്രേഷൻ കൊടുത്തുകൊണ്ടിരിക്കൂ. നിങ്ങൾ എന്തിനാണ് സ്വന്തം സീറ്റ് ഉപേക്ഷിച്ച് മനസ്സ് തകർന്നവരാകുന്നത്? പൊസിഷനിൽ നിന്ന് താഴെ വരരുത് എന്ന് ഓർമ്മ വേണം. അല്ലെങ്കിൽ എതിർപ്പുകൾ ധാരാളം വരും. വ്യക്തികളുടെ എതിർപ്പ് വരും, സ്വഭാവ സംസ്കാരത്തിന്റെ എതിർപ്പ് വരും, ചിന്തകളിൽ എതിർപ്പ് വരും. അതിനാൽ പൊസിഷനിൽ ഇരിക്കൂ. നാളെ എന്ത് ചെയ്യണം? ഓർമ്മയുണ്ടോ? ബാബ്ദാദയോട് സ്നേഹമുണ്ട്. അതിനാൽ ബാബ്ദാദ കരുതുന്നു എല്ലാവരും ബ്രഹ്മബാബയ്ക്ക് സമാനരായി തീരണം.
ബാബയ്ക്ക് മുന്നിൽ എതിർപ്പുകൾ വന്നില്ലേ? ബ്രഹ്മബാബയ്ക്ക് മുന്നിൽ എതിർപ്പുകൾ ഉണ്ടായില്ലേ? മായയുടേത് വന്നു, ആത്മാക്കളുടേത് വന്നു, പ്രകൃതിയുടെയും വന്നു. എങ്കിലും ബ്രഹ്മബാബ പൊസിഷൻ ഉപേക്ഷിച്ചോ? ഉപേക്ഷിച്ചില്ലല്ലോ. അതിനാലാണ് ഫരിഷ്തയായത്. ഇപ്പോൾ സ്വയം ഫരിഷ്തയാണെന്ന് മനസ്സിലാക്കി നടക്കണം. ഞാൻ ഫരിഷ്തയാണ്. എല്ലാവരെയും ഫരിസ്തകളായി കാണൂ. എല്ലാവരും ഫരിസ്തകളാണ്. എനിക്ക് പഴയ ലോകവുമായി ബന്ധമില്ല. പഴയ സംസ്കാരങ്ങളുമായി ബന്ധമില്ല. ഈ ബ്രാഹ്മണരുമായി ബന്ധങ്ങളില്ല. എല്ലാം തീർന്നു. എല്ലാവരെയും ഫരിഷ്തയാണ് ഈ ദൃഷ്ടിയിലൂടെ നോക്കൂ. വായുമണ്ഡലം തയ്യാറാക്കൂ. ശരി, ഇപ്പോൾ 1 മിനിറ്റിൽ ശക്തിശാലിയായി വിശ്വത്തിലെ ആത്മാക്കൾക്ക് സർവശക്തി സമ്പന്ന കിരണങ്ങൾ കൊടുക്കൂ. നിങ്ങളുടെ ശക്തിയുടെ വൈബ്രേഷൻ വിശ്വത്തിൽ വ്യാപിക്കട്ടെ. ബ്രാക്കറ്റിൽ ഡെഡ് സൈലൻസ്. ശരി, നാനാഭാഗത്തുമുള്ള ബ്രാഹ്മണനിൽ നിന്ന് ഫരിഷ്തയാകുന്ന കുട്ടികൾക്ക് സദാ സ്വദർശനത്തിൽ കൂടി സ്വയത്തെ ചെക്ക് ചെയ്ത് ചേഞ്ച് ചെയ്യുന്ന കുട്ടികൾക്ക്, ബ്രഹ്മബാബയെ ഫോളോ ചെയ്യുന്ന ആജ്ഞാകാരി കുട്ടികൾക്ക്, സദാ ഡബിൾ ലൈറ്റായി സേവനവും പുരുഷാർത്ഥവും ചെയ്യുന്ന ഫരിഷ്ത ആത്മാക്കൾക്ക്, സദാ തന്റെ പൊസിഷന്റെ സീറ്റിൽ സെറ്റായിരുന്ന് എതിർപ്പുകൾ സമാപ്തമാക്കുന്ന മാസ്റ്റർ സർവശക്തിവാനായ കുട്ടികൾക്ക്, സംഗമയുഗത്തിന്റെ പ്രത്യക്ഷ ഫലം അനുഭവിക്കുന്ന ബാബയുടെ സമീപത്തുള്ള കുട്ടികൾക്ക് ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും നമസ്തേയും. വരദാനം: പ്രത്യക്ഷതയുടെ സമയം സമീപത്ത് കൊണ്ടുവരുന്ന സദാ ശുഭചിന്തകരും സ്വചിന്തകരുമായി ഭവിക്കട്ടെ. സേവനത്തിന്റെ സഫലതയ്ക്ക് ആധാരം ശുഭചിന്തക വൃത്തിയാണ്. കാരണം നിങ്ങളുടെ ഈ വൃത്തി ആത്മാക്കളുടെ ഗ്രഹണശക്തിയും ജിജ്ഞാസയും വർദ്ധിപ്പിക്കുന്നു. വാക്കിന്റെ ഈ സേവനം സഹജമായി സഫലമാകുന്നു. സ്വയത്തെ പ്രതി സ്വചിന്തനം ചെയ്യുന്ന സ്വചിന്തകരായ ആത്മാക്കൾ സദാ മായാ പ്രൂഫ്, മറ്റുള്ളവരുടെ കുറവുകളെ ഗ്രഹണം ചെയ്യുന്നതിൽ നിന്നും വ്യക്തി വൈഭവങ്ങളുടെ ആകർഷണങ്ങളിൽ നിന്നും പ്രൂഫാകുന്നു. ഈ 2 വരദാനങ്ങളെയും പ്രാക്ടിക്കൽ ജീവിതത്തിൽ കൊണ്ടുവരുമ്പോൾ പ്രത്യക്ഷതയുടെ സമയം സമീപത്തെത്തും. സ്ലോഗൻ: തന്റെ സങ്കല്പങ്ങളെയും അർപ്പിക്കുകയാണെങ്കിൽ സർവ കുറവുകളും സ്വതവേ ദൂരെയാകും. അവ്യക്ത സൂചന: ആത്മീയ സ്ഥിതിയിൽ ഇരിക്കുന്നതിന്റെ അഭ്യാസം ചെയ്യൂ, അന്തർമുഖിയാകൂ. പരമാത്മാ സ്നേഹത്തിന്റെ അനുഭവം ചെയ്യുന്നതിനായി ദേഹത്തിൽ നിന്ന് വേറിട്ട് ദേഹി, അതായത് ആത്മീയ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നതിന്റെ അഭ്യാസം വർദ്ധിപ്പിക്കൂ. സദാ അന്തർമുഖതയുടെ ഗുഹയിൽ ഇരിക്കുകയാണെങ്കിൽ പഴയ ലോകത്തിന്റെ വാതാവരണത്തിൽ നിന്നും ഉപരിയായി മാറും. വാതാവരണത്തിന്റെ പ്രഭാവത്തിൽ വരില്ല. ഓം ശാന്തി.